ഓക്കെ, അപ്പോൾ അടുത്തിട്ടുള്ള നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിൽറ്റർ നമ്മൾ മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കളർ ഗ്രേഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ കളർ ഗ്രേഡിങ്, സിനിമാറ്റിക് ലെവലിൽ കളർ ഗ്രേഡിങ് ഒക്കെ നമ്മൾ കൊടുക്കാറില്ലേ? നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് കൂട്ടാം, ഡാർക്ക് ആക്കാം, റെഡിഷ് ആക്കാം, യെല്ലോ ആക്കാം, പല രീതിയിലുള്ള കളർ ഗ്രേഡിങ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് മഴയാണെങ്കിൽ മഴൻ്റെ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്താം, വെയിലാണെങ്കിൽ വെയിലിൻ്റെ രീതിയിലുള്ള. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്. നമുക്ക് ഫിൽറ്റർ അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട രീതിയിലുള്ള ലൈറ്റിങ് കൂട്ടാം, കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കുറക്കാം, കൂട്ടി കൊടുക്കാം. കണ്ടോ, നമുക്കിങ്ങനെ മാനുവലി നമുക്കിത് ടിൻറ്റ്, സാച്ചുറേഷൻ, ഇത് നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ രീതിയിൽ ചെയ്യാൻ വേണ്ടി തന്ന ഒരു ഓപ്ഷനാണ് ഈ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ. അതുപോലെ ഷാർപ്പൺ എന്നുള്ളത് കാണാം. ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കുറച്ചുകൂടി ക്വാളിറ്റി കൂടും, കുറച്ചുകൂടി ഷാർപ്പായി കിട്ടും ഫുട്ടേജ്. അതിന് വേണ്ടിയിട്ടാണ് ഷാർപ്പൺ എന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള യൂസേജ്. പിന്നെ മേലെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഐക്കൺ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാൻ പറ്റും. അതായത് എഡിറ്റിൻ്റെ മുന്നിലുള്ളതും എഡിറ്റിന് ശേഷമുള്ളതും. അതിന് തൊട്ടപ്പുറത്ത് ലെഫ്റ്റിൽ കാണുന്ന ഇത് റീസെറ്റാണ്, റീസെറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് എഡിറ്റിന് മുന്നേ ഉള്ള ഭാഗം പഴയ രീതിയിൽ എഡിറ്റ് അല്ലാത്ത വർഷം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത്. റീസെറ്റ് അഡ്ജസ്റ്റ് എന്ന് നോക്കിയാൽ പഴയ രീതിയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് അഡ്ജസ്റ്റ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഫിൽറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓട്ടോ ഫില്ലാണ്. അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫിൽറ്റർ കയറും. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക, കൂട്ടുക, കുറക്കുക, എന്താ വെച്ചാൽ ചെയ്യുക. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിൽറ്ററിൽ കയറി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് നമ്മളുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഫിൽറ്ററും അഡ്ജസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഫിൽറ്റർ ഓട്ടോ ഫില്ലാണ്, മറ്റേത് നമ്മൾ സ്വയം മാനുവലി നമുക്ക് ഇഷ്ടമുള്ള ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അടുത്ത 2 എഫക്ട്സാണ് എഫക്ട്സും ആൻഡ് എഫക്ട്സ്. ഇത് നമ്മളുള്ള ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ് എന്താ വെച്ചാൽ എഫക്ട്സ് നമ്മൾ ഇൻഷോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ് എഫക്ട്സ് കാണാൻ പറ്റുന്നത്. നോർമൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ കാണുന്ന എഫക്റ്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി നോർമലായിട്ടും മിക്ക ആൾക്കാരും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള എഫക്റ്റാണ് അതിലുള്ളത്. ഇത് ഞാനൊരു എടുത്തു തരാം. ഇതിൽ നമുക്ക് നോക്കാം, സ്ലോ സൂം, ജമ്പ് സൂം, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിൻ്റെ നമുക്ക് ഇതിൻ്റെ സ്ട്രെങ്ത്ത് വേണമെങ്കിൽ കൂട്ടാം. അതിനുവേണ്ടി വാല്യൂയിൽ ഇങ്ങനെ കൂടുതലാക്കി കൊടുത്താൽ സ്ട്രെങ്ത്ത് കൂടും, കുറച്ചാക്കി കൊടുത്താൽ സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ നമുക്ക് വീഡിയോ സൂം ചെയ്യണമെങ്കിൽ സൂം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ക്ലിപ്പിനാണ് നമുക്ക് സൂം ചെയ്യേണ്ടത് അവിടെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ബ്ലർ എന്നൊരു എഫക്റ്റാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫേഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഇത് ബ്ലർ എന്ന്. അപ്പോൾ ഈ ബ്ലർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഏത് ക്ലിപ്പിലാണ് വേണ്ടത് അവിടെ കുറച്ച് ബ്ലറായിട്ട് വരും. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ബ്ലർ വരും. ഈ 2 ഓപ്ഷനാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ എഫക്റ്റ് ഉണ്ട്. നമുക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ള ഒരു എഫക്റ്റ് അത് വെച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, സോ അടുത്ത എഫക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത നമുക്ക് എഫക്റ്റിലോട്ട് കിടക്കാം. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ എഫക്ട്സ്, അതായത് നമുക്ക് ബോഡി ലൈനൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ അതിനുള്ള എഫക്ട്സ് ഇതിലുണ്ട്. ഉണ്ടോ, ഇതുപോലെ കുറേ എഫക്ട്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ലെഫ്റ്റ് റൈറ്റിലോട്ട്. അതുപോലെ ഇപ്പോൾ മൾട്ടി ആക്കണമെങ്കിൽ ഉണ്ടോ, അതുപോലെ ഇങ്ങനെയൊക്കെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് സ്ട്രെങ്ത്ത് കുറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷ് ആയിട്ട് പരിപാടി കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതുപോലെ കുറേ എഫക്ട്സ് ഇതിലുണ്ട്. നമ്മൾ നോക്കി യൂസ് ചെയ്യുക, ഇഷ്ടമുള്ളത് നോക്കിയിട്ട് യൂസ് ചെയ്യുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ ആണെങ്കിൽ ഈ ടിക്ക് ബട്ടൺ നോക്കിയിട്ട് ഏത് ക്ലിപ്പിനാണ് ആഡ് ചെയ്യേണ്ടത് അതിനുവേണ്ടി നീട്ടി കൊടുക്കുക, കുറക്കൊക്കെ ചെയ്യുക കേട്ടോ. ഏതൊരു നമുക്ക് വേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ എഫക്ട്സിൻ്റെ കേസ്.